നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വിശേഷം, രാത്രിയിലത്തെ ഒരു ചെറിയ വിശേഷമാണ്. അതായത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ വീട്ടിൽ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളിതേ സൂപ്പർ മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നല്ല സൂപ്പർ മഴയും നല്ല തണുപ്പുമായിരുന്നു. പിന്നെ സ്നോ ഇന്നലെയൊക്കെ വീണു, ഇന്ന് വീണില്ല. പക്ഷേ വെതറിൽ സ്നോ വീഴും എന്നാണ് കാണിക്കുന്നത്, അറിഞ്ഞുകൂടാ. ഇതേ അപ്പം ഞങ്ങൾ നടന്നു പോകുന്ന വഴി ഇവിടെ ഒരു പള്ളിയുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര വലിയ പള്ളിയൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പള്ളി. എന്ത് പേരാ എൻ്റെ പൊന്നു കർത്താവ്. ഇവിടുത്തെ ഇതിനകത്തുള്ള കുറേ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ നമുക്ക് വെറുതെ വന്നിരിക്കാം. അങ്ങനെ ഗൈസ് സൂപ്പർ മാർക്കറ്റ് എത്തി. നമ്മളിനി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയുള്ള പോലെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ്. വാങ്ങിക്കണം. തേങ്ങയുടെ വിലയാണിത് 665 ഡ്രംസ്. ഇത് ഇവിടുത്തെ പൈസയാണ്. ഇതേ ഞങ്ങൾ പഴം വാങ്ങിച്ചു. പിന്നെ ഇനി അടുത്ത ഓരോരോ സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് എടുത്ത് ഇതിന് 315 രൂപയാണ്. ഉള്ളി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉരുളക്കിഴങ്ങ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നൊരു സാധനം. മിക്ക ദിവസം ഞങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ മെഴുക്കുരട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇനി ഉള്ളി എടുക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ എടുക്കുന്നിടത്തുനിന്നാണ് ഞാൻ കിഴങ്ങിൻ്റെ അങ്ങോട്ട് പോയത്. ഇപ്പം ഞാൻ ഉള്ളി എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇഞ്ചിയൊക്കെ എടുത്തു. അടുത്തതേ ഞങ്ങൾ ബീട്രൂട്ടാണോ? എനിക്ക് തോന്നുന്നില്ല, ബീട്രൂട്ടായിട്ട് തോന്നുന്നില്ല. ഇതല്ലേ ബീട്രൂട്ട്? ബീട്രൂട്ട് വേണോ? ഓക്കെ, എന്നാൽ എടുക്കാം. ഞങ്ങൾ നമ്മളുടെ വേസ്റ്റ് ഇടാനുള്ള ട്രാഷ് കവർ, ഇപ്പോൾ വീണേനെ ട്രാഷ് കവർ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. ആണെങ്കിൽ ഇവിടെ തേങ്ങ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ളൊരു തേങ്ങാ പൊടിയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതുപോലത്തെ തേങ്ങാ പൊടിയാണ് ഞങ്ങൾ വാങ്ങിച്ച് കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ചില്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മുട്ട എടുത്തു, ആട്ട എടുത്തു, മൈദ എടുത്തു, കുറേ സാധനങ്ങളൊന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾക്കിത് ഒരു കുറച്ച് ആഴ്ചകൾക്കത്തേക്കുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ബർത്ത്ഡേ വരുമ്പം കേക്കുകൾ വാങ്ങിക്കുന്നത്. ഇവിടെ ഫ്രഷ് പയർ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഫ്രോസൺ പയറാണ് വാങ്ങിച്ച് കറി വെക്കുന്നത്. പിന്നെ ഇവിടെ മീനും ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ നമ്മളുടെ നാട്ടിലെ കൂട്ടുള്ള നല്ല മീനുകളൊന്നും ഇവിടെ ഇങ്ങനെ കിട്ടാറില്ല. അതേ ഞങ്ങൾ ഇങ്ങനെയുള്ള മീൻ വാങ്ങിച്ചിട്ടാണ് വറക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു വ്ളോഗ്. എനിക്കറിയാം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന്, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇത് ബില്ലൊക്കെ അടിച്ച് നേരെ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ആരും അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.